മുഖ്യമന്ത്രിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടേത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നും അടിമുടി ദുരൂഹതയെന്നും രേവതി ബാബു പ്രതികരിച്ചു. എന്നാൽ കമ്പനി വരുന്നതുകൊണ്ട് ജലചൂഷണം ഉണ്ടാവില്ലെന്നാണ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞത്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ നടപടിയുമായി മുന്നോട്ട് എന്ന് അടിവരയിട്ട് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രിയുടേത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. സാധാരണക്കാരോട് ധിക്കാരവും ധാർഷ്ട്യവും വെല്ലുവിളിയുമാണ് മുഖ്യമന്ത്രി നടത്തിയത്. മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് എലപ്പുള്ളിയിലെ ജനങ്ങളുടെ നിലപാട്. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ ആദ്യം മുതൽ ദുരൂഹതയുണ്ട്. ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും രേവതി ബാബു പ്രതികരിച്ചു. വിഷമത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. കാരണം മുഖ്യമന്ത്രി പോലുള്ള ഒരു വലിയ വ്യക്തിയിൽ നിന്നും ഇത്ര 140 കോടി ജനങ്ങൾക്ക് വേണ്ടി പറയേണ്ടുന്ന ഒരു വ്യക്തി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അത് എലപ്പുള്ളിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടെ പഞ്ചായത്തിലെ 55,000 ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്നവരെ ഇത് കേൾക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടി പ്രസംഗത്തിന് തക്കതായിട്ടുള്ള മറുപടി ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ച് ആ വെള്ളമാണ് മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുക എന്ന് മദ്യ കമ്പനി പറയുന്നുണ്ടെങ്കിലും പ്രസ്തുത കമ്പനി പറഞ്ഞ കാര്യങ്ങൾ അല്ല ചെയ്യാറുള്ളത് എന്നത് അവരുടെ മുൻ ചെയ്തികൾ പരിശോധിച്ചാൽ വ്യക്തമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അതേസമയം മദ്യനിർമ്മാണശാല വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറം പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ മന്ത്രി കൃഷ്ണൻകുട്ടി കമ്പനി ജലചൂഷണം നടത്തില്ലെന്നും പറഞ്ഞു. അധ്യക്ഷനും മന്ത്രിയും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ പറഞ്ഞ എല്ലാ ജനങ്ങളുടെ ആശങ്കയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാൻ. എന്നാൽ കൊക്കക്കോള സമരത്തിന് മുന്നിൽ നിന്ന മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ ഞെട്ടിക്കുന്നതാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠനും പ്രതികരിച്ചു. ജനം, പാലക്കാട്.